അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റോസ്റ്റഡ് പൊട്ടറ്റോ. അതിനായിട്ട് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോയും കുറച്ച് പൊട്ടറ്റോയും ക്ലീൻ ചെയ്ത് ഔട്ട്സൈഡ് ബ്രഷ് കൊണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ കുറച്ച് സാൾട്ട് വേണം, ഇത് പിങ്ക് സാൾട്ട്. ഇത് ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണെന്ന് പറയും, അതുകൊണ്ട് ഞാൻ ഈ പിങ്ക് സാൾട്ട് ഞാൻ കുക്ക് ചെയ്യാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. പെപ്പർ എടുത്ത് വെച്ചേക്കുക. പിന്നെ കുറച്ച് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്ഷനില്ല, കുറച്ച് ബട്ടറും ഇങ്ങനെ ഹെർബ്സിൻ്റെ പൊടിയാണ്. അതിനകത്ത് കുറച്ച് ഗാർലിക്കും ഉണ്ട്. ഹെർബ്സ് എന്ന് വെച്ചാൽ ഈ റോസ്മേരി തൈമൊക്കെ ഡ്രൈ ആയിട്ടുള്ളതിൻ്റെ കൂടെ കുറച്ച് ഗാർലിക്ക് ഇട്ടിട്ട് അത് നമുക്ക് ലാസ്റ്റ് ഇതിങ്ങനെ പൊട്ടറ്റോ ബേക്കൊക്കെ ചെയ്തിട്ട് വരുമ്പം ഹോട്ടോട് കൂടി ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബട്ടറും ഈ ഹെർബ്സിൻ്റെ പൊടി അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മതി. ഇനി സാൾട്ട് ആൻഡ് പെപ്പറോ യൂസ് ചെയ്താൽ മതി. അപ്പം ഇത് ശരിക്കും ബേക്ക് ചെയ്തിട്ട് എടുക്കാനാണ്. അപ്പം ആദ്യം ഞാനിങ്ങനെ ഒരു പാനിനകത്തിട്ട് കുറച്ച് സാൾട്ടും പെപ്പറും ഇട്ട് ഒലിവ് ഓയിൽ ഇട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് സോർട്ട് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. പാത്രം വെച്ചിട്ട് കുറച്ച് ഒലിവ് ഓയിലിനകത്ത് വെച്ചിട്ട് നമുക്ക് ആ പൊട്ടറ്റോനകത്തിട്ട് ഇട്ട് കൊടുക്കാം. ഈ പൊട്ടറ്റോ ഇങ്ങനെ അതിനകത്തോട്ടിട്ട് ഇത്തിരി ഒലിവ് ഓയിൽ ഞാൻ എൻ്റെ പുറത്തോടെ ഒഴിച്ചു കൊടുത്തു. സാൾട്ട് ഇട്ട് കുറച്ച് പെപ്പറും ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാനായിട്ട് ഒരു 5 മിനിറ്റ്സ്. നമ്മൾ എനിവേ ഇത് ബേക്ക് ചെയ്യാൻ പോകാം. ഒരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിരിക്കട്ടെ. ഒരു 5 മിനിറ്റ്സിൽ അവിടെ ഇരുന്നിട്ട് അത് അടച്ചു വെച്ചേക്കല്ലേ നമ്മൾ. അപ്പോഴത്തേനും നമുക്കിത് അവൻ ഓൺ ചെയ്ത് ഒരു 400-ൽ പ്രീഹീറ്റ് ചെയ്യാം. ഞാനിത് ബേക്കിൽ വെച്ചേക്കുന്നത്. ബേക്കിൽ 400 പ്രീഹീറ്റ് ചെയ്യുക. ഇതിപ്പം 5 മിനിറ്റ് ഞാൻ ഇത് വെച്ചു. അപ്പോൾ അവനവിടെ റെഡി ആവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പം ഫസ്റ്റിലെ തന്നെ പ്രീഹീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം വേഗത്തിൽ നമുക്ക് ഇതാകുമ്പോൾ ഉടനെ തന്നെ എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. ഒരു ബേക്കിംഗ് ഷീറ്റ് എടുത്ത് അതിനകത്ത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി അതിനകത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ അതിനകത്ത് പറ്റിപ്പിടിക്കത്തൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കതെടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് വെക്കാം. ബേക്കിംഗ് ഷീറ്റ് സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കുക. നമുക്കിനി ഇത് അവനകത്തോട്ട് എടുത്ത് വെക്കാം. അവനിപ്പോൾ 400-ലായിട്ടുണ്ട്. അപ്പം ഞാനിത് എടുത്ത് അതിനകത്തോട്ട് വെച്ച്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് അവിടെ ഇരുന്നിട്ട് റോസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പം ഓൾമോസ്റ്റ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ എടുക്കുക. ഇതിപ്പം നന്നായിട്ട് റോസ്റ്റ് ചെയ്തിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ബട്ടറും കുറച്ച് എന്തെങ്കിലും ഈ ഡ്രൈ ആയിട്ടുള്ള റോസ്മേരിയുടെ ബട്ടറും കുറച്ച് റോസ്മേരി പിന്നെന്താ തൈമിൻ്റെ ഒക്കെ ഡ്രൈ ഉണ്ടെങ്കിൽ ഇത് ഓപ്ഷനില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബട്ടറിൻ്റെ പുറത്തൊന്ന് ആക്കാൻ പോവാം. അതില്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഒലിവ് ഓയിലും പെപ്പറും വെക്കണ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്താ ഇപ്പം സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കിത് പൊട്ടറ്റോയും അതുകൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ബേക്ക് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുത്താൽ എല്ലാവരും കഴിക്കും നന്നായി. ഓക്കെ, അപ്പം ഇതിപ്പോൾ റെഡിയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ തണുപ്പൊക്കെ വരുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ബേക്ക് ചെയ്ത് റോസ്റ്റ് ചെയ്ത് ചൂടോടുകൂടി ഇങ്ങനെ സെർവ് ചെയ്യാം. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരി ഉണ്ടായിരുന്നു. അതിൻ്റെ ലീഫാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അതൊക്കെ ഓപ്ഷനില്ല, ജസ്റ്റ് പെപ്പറും സാൾട്ടും ഇട്ട് റിയലി ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റഡ് പൊട്ടറ്റോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക. അപ്പം സ്വീറ്റ് പൊട്ടറ്റോയോട് ഇടുമ്പോൾ നമുക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാത്തവർക്കാണെങ്കിലും കഴിക്കാൻ തോന്നും. ഓക്കെ, നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.